മക്കളെ ഇന്ന് നമ്മൾ നോക്കുന്നത് NIOS +2 ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും അറിഞ്ഞു വെക്കണം എന്നുള്ളത് കൊണ്ട് ബാക്കി ചാപ്റ്റേഴ്സും കൂടി നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കുന്നത് മൊഡ്യൂൾ ഫസ്റ്റിലെ ലെസൺ 3 ആണ്. തേർഡ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതെന്താണ് തേർഡ് ചാപ്റ്റർ? ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചാണ്, ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. ഹാരപ്പൻ സംസ്കാരം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഹാരപ്പ എന്ന് പറയുന്നത് എന്താണ്, അതിന് വേറെ പേരുകളുണ്ടോ, എന്തുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് ആ ഒരു സംസ്കാരത്തെ വിളിക്കാൻ കാരണം എന്താണ്, ഇനി അവിടെ എന്തൊക്കെയാണ് നടന്നത്, അവിടെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ജനവാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ജനവാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു എങ്കിൽ അവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് ജനങ്ങൾ, നമുക്കറിയാമല്ലോ നമ്മൾ മനുഷ്യർ എന്തൊക്കെ ഒരു സമയത്ത് നമ്മളെ ജീവിതകാലം, അതായത് നമ്മൾ ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അന്ന് ആ ഒരു കാലഘട്ടങ്ങളിൽ മനുഷ്യർ ജീവിച്ചിരുന്നു എങ്കിൽ അവരവിടെ വീടുകൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് കൃഷി ചെയ്യാനുള്ള കൃഷിയിടങ്ങൾ അങ്ങനെയൊക്കെ നിർമ്മിച്ചിട്ടുണ്ടോ എന്നും, പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇപ്പോഴും എന്താണ് അതിൻ്റെ എന്തെങ്കിലും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ എന്നും, അല്ലെങ്കിൽ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചാപ്റ്ററാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. തേർഡ് ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സംസ്കാരം രൂപം കൊണ്ടത് എന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ രൂപപ്പെട്ട ആദ്യത്തെ സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ആദ്യത്തെ സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഹാരപ്പൻ സംസ്കാരത്തിനെ നമ്മൾ വെങ്കല യുഗം എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ഹാരപ്പൻ സംസ്കാരം ആരംഭിച്ച കാലഘട്ടം ഏതാണെന്ന് അറിയാമോ? BC 2700 മുതൽ BC 1700 വരെയായിരുന്നു ഈ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തുടക്കം. ഇനി ഈ ഒരു ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു തന്നത് ആരാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയണ്ടേ? 1920 സർ ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഉത്ഖനനമാണ് ഈ മഹത്തായ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. ഇന്നത്തെ പാകിസ്ഥാനിലും ഇന്ത്യയിലുമായാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. സിന്ധു നദിയുടെ തീരത്താണ് ഈ സംസ്കാരം നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഈ സംസ്കാരത്തിന് സിന്ധു നദീതട സംസ്കാരം എന്നും പറയുന്നുണ്ട്. അപ്പോൾ 2 പോയിന്റാണ് നമുക്ക് കിട്ടിയത്. ഒന്ന്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ആദ്യത്തെ സംസ്കാരമായിട്ടുള്ള വെങ്കലയുഗം എന്നറിയപ്പെടുന്ന ഈ സംസ്കാരത്തിനെ, ഹാരപ്പൻ സംസ്കാരത്തെ എന്തുകൂടി വിളിക്കുന്നു? സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1700 കാലഘട്ടങ്ങളിലായിരുന്നു സിന്ധു നദീതട സംസ്കാരം ഉണ്ടായിരുന്നത്. 1920 സർ ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഉത്ഖനനമാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് പേര് വന്നത്? നമ്മൾ പറഞ്ഞു സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നുണ്ട്, അതേപോലെ തന്നെ വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഹാരപ്പ സംസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഹാരപ്പ അല്ലെങ്കിൽ ഹരപ്പ എന്ന് പറയുന്നത്? അതായത് പാകിസ്ഥാനിലെ ഹാരപ്പയിലാണ് ആദ്യത്തെ ഉത്ഖനനം നടത്തിയത്. ദയാറാം സൈനിയുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യത്തെ ഉത്ഖനനം നടത്തിയത്. അതിൻ്റെ തെളിവുകൾ നമുക്ക്, അതായത് ഈ ഒരു സംസ്കാരത്തെക്കുറിച്ചുള്ള തെളിവുകൾ ആദ്യം ലഭിച്ചതും ഹാരപ്പയിൽ നിന്നായതുകൊണ്ടാണ് ഈ ഒരു സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. പാകിസ്ഥാനിലെ തന്നെ മോഹൻജദാരോയിൽ നിന്നും ഉത്ഖനനം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നും നമുക്ക് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഉറവിടങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത് ആരാണ്? അവിടെ ഉത്ഖനനം നടത്താൻ മുന്നിട്ടിറങ്ങിയ വ്യക്തി ആരായിരുന്നു? RD ബാനർജി ആയിരുന്നു. ഓക്കെ, ഏതാണ്ട് 1000ഓളം ഹാരപ്പൻ കേന്ദ്രങ്ങളാണ് ഇതോടകം കണ്ടെത്തിയിട്ടുള്ളത്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഹാരപ്പൻ സ്ഥലങ്ങളുണ്ട്. അതൊന്ന് പറയുന്നത് ഹാരപ്പ, അത് പഞ്ചാബിലാണെന്നും, രണ്ടാമത് മോഹൻജദാരോ സിന്ധ്, പിന്നെ വരുന്നത് മൂന്നാമത്തതാണ് കാളിബംഗൻ, അത് രാജസ്ഥാനിലാണ്, ലോഥൽ ഗുജറാത്തിലാണ്. അപ്പം ഹാരപ്പ, മോഹൻജദാരോ, കാളിബംഗൻ, ലോഥൽ എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹാരപ്പൻ കേന്ദ്രങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു സംസ്കാരത്തെ നമ്മൾ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാമല്ലോ നമുക്ക്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ചുള്ള കാലനിർണ്ണയത്തിൽ ഹാരപ്പൻ സംസ്കാരത്തിന് ഏകദേശം 5000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു കാലഘട്ടത്തെ പ്രധാനമായിട്ട് നമ്മൾ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയായിരിക്കും? ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BC 3500 മുതൽ 2200 BC വരെയാണ്. പിന്നെ വരുന്നതാണ് പക്വതയാർന്ന കാലഘട്ടം എന്ന് പറയും. അത് BC 2600 മുതൽ BC 1800 വരെയാണ്. അതിനുശേഷമുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് അവസാന കാലഘട്ടം എന്നാണ്. അത് കഴിഞ്ഞിട്ട്, അതായത് BC 1800 കഴിഞ്ഞിട്ട് വരുന്ന കാലഘട്ടത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? അവസാന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് ഹാരപ്പൻ സംസ്കാരം നിലനിൽക്കുന്നത്. ഇനി ഹാരപ്പൻ കേന്ദ്രങ്ങളിൽ നടത്തപ്പെട്ടിട്ടുള്ള എന്തെല്ലാം ഖനനങ്ങളാണ് ഉള്ളതെന്നും അവിടെ നിന്നും കിട്ടിയിരിക്കുന്ന കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ നമുക്ക്. ഹാരപ്പൻ സിന്ധു നദീതട സംസ്കാരം 2 കേന്ദ്രങ്ങളിലായാണ് വികാസം പ്രാപിച്ചത് നമ്മൾ പറഞ്ഞു അല്ലേ. ഒന്ന് ഹാരപ്പയും മറ്റേത് മോഹൻജദാരോയും. 2 സ്ഥലങ്ങളിലും 2 വ്യക്തികൾ തന്നെയാണ് അതെല്ലാം കണ്ടുപിടിച്ചിരുന്നത്. പഞ്ചാബിലെ മൗണ്ട് ഗോമറി ജില്ലയിൽപ്പെട്ട പ്രദേശമാണ് ഹാരപ്പ എന്ന് പറയുന്നത്. സിന്ധിലെ ലാർഖന ജില്ലയിലാണ് മോഹൻജദാരോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നതിനനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓരോ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറയുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ വീഡിയോ രണ്ടാമത് ഒന്നുകൂടി കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു പഞ്ചാബിലെ മൗണ്ട് ഗോമറി ജില്ലയിൽപ്പെട്ട പ്രദേശമാണ് ഹാരപ്പ എന്നും അതേപോലെ തന്നെ സിന്ധിയിലെ ലാർക്കന ജില്ലയിലാണ് മോഹൻജദാരോ എന്നും പറഞ്ഞു. മോഹൻജദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? മരിച്ചവരുടെ മേട് എന്നാണ്. ഹാരപ്പയ്ക്കും മോഹൻജദാരോയ്ക്കും ഇടയിൽ 650 കിലോമീറ്റർ ദൂരമുണ്ട്. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിലും ഇവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമായാണ് ഈ സംസ്കാരം പടർന്നു നിന്നിരുന്നത്. രാജസ്ഥാനിലെ കാലിബംഗൻ എന്ന പ്രദേശത്താണ് ഹാരപ്പൻ നാഗരികത കൂടുതലായി കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഹാരപ്പൻ നാഗരികത കൂടുതലായിട്ട് കണ്ടെത്തിയത് എവിടെയായിരുന്നു? രാജസ്ഥാനിലെ കാലിബംഗൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗാഗർ എന്ന നദിയുടെ തീരത്താണ് കാലിബംഗൻ സ്ഥിതി ചെയ്യുന്നത്. BK ദാപ്പറുടെ നേതൃത്വത്തിലാണ് കാലിബംഗന്റെ ഉദ്ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പഞ്ചാബിൽ രവി നദീതീരത്താണ് ഹാരപ്പ നാഗരികത കണ്ടെത്തിയത്. ഹരിയാനയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിൽ ലോഥൽ, കച്ച്, കത്തിയവാർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഹാരപ്പൻ നാഗരികത കണ്ടെത്തിയിട്ടുള്ളത്. SR റാവുവിന്റെ നേതൃത്വത്തിലുമായിരുന്നു ലോഥറിലെ ഖനനങ്ങൾ നടന്നിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പം ഹാരപ്പൻ കേന്ദ്രങ്ങൾ എവിടെയാണെന്നും അവിടെ എന്തൊക്കെയാണ് ഖനനത്തിലൂടെ നമുക്ക് എന്തൊക്കെയാണ് കണ്ടെത്തലുകളാണ് കിട്ടിയിരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, അതായത് അവരെന്തെങ്കിലും ടൗൺ പ്ലാനിങ് നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ വീടുകൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഫീച്ചേഴ്സിനെ നമ്മൾ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത് വരുന്നതാണ് ടൗൺ പ്ലാനിങ്, രണ്ടാമതാണ് അവിടുത്തെ വീടുകളുടെ പ്രത്യേകതകൾ, മൂന്നാമത്തതാണ് അവിടുത്തെ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന വലിയ കുളിപ്പുരകൾ. അപ്പോൾ ഇങ്ങനെ 4 ഘട്ടങ്ങളായിട്ട് നാലാമത് വരുന്നതാണ് ഡ്രെയിനേജ് സിസ്റ്റം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടെല്ലാമാണ് നമ്മൾ ഈ ഒരു ഫീച്ചേഴ്സിൽ പറയുന്നത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നഗരാസൂത്രണം അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഹാരപ്പൻ പട്ടണങ്ങൾക്ക് 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് കോട്ടയും രണ്ടാമത് കീഴ്പട്ടണവും. കോട്ട എന്ന് പറയുന്നത് ഭരണവർഗത്തിൻ്റെതായിരിക്കാനാണ് സാധ്യത, കാരണം അവിടെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നാണ് കണ്ടെത്തലുകൾ. കീഴ്പട്ടണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളായിട്ടാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീട് വരുന്നതാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ഒന്ന് വീടുകൾ. അതായത് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിൽ പെടുന്ന ഒന്നാണ് വീടുകൾ, ഹൗസസ്. എങ്ങനെയാണ്? ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലായാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടുകൾ വ്യത്യസ്ത ഘടനയുള്ളവയായിരുന്നു. ചില വീടുകൾ ഒറ്റ മുറി മാത്രമുള്ളതും എന്നാൽ 12 മുറികളുള്ള വീടുകൾ വരെ അവിടെ ഉണ്ടായിരുന്നു. കോണിപ്പടികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതുകൊണ്ട് ഇരുനില വീടുകളും അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. മിക്ക വീടുകൾക്കും സ്വന്തം കിണറും നടുമുറ്റവും ഉണ്ടായിരുന്നു. എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫീച്ചേഴ്സ് പറയുമ്പോൾ ആദ്യം പറയുന്നത് ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ്. ടൗൺ പ്ലാനിങ് കീഴ്ക്കോട്ട എന്നും കോട്ട എന്നും പറഞ്ഞിട്ട് 2 സ്ഥലങ്ങളായിട്ടാണുള്ളത്. ഒന്നാമത്തത് കീഴ്ക്കോട്ട എന്ന് വരുന്നത് സാധാരണ ആൾക്കാർ താമസിച്ചതും, കോട്ട എന്ന് പറയുന്നിടത്ത് എന്താണ്, അതായത് ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ഭരണവർഗത്തിൽപ്പെട്ട ആൾക്കാർ താമസിച്ചിരുന്ന വലിയ വലിയ കെട്ടിടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ഫീച്ചറായിട്ട് നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഫീച്ചറായിട്ട് നമ്മൾ പറഞ്ഞത് അവിടുത്തെ വീടുകളെ കുറിച്ചിട്ടാണ്. ഓരോന്നും ആസൂത്രിതമായ വളരെ നല്ല ഭംഗിയോടുകൂടി ഇരുവശങ്ങളിലുമായിട്ടാണ് വീടുകളെല്ലാം ആ ടൗൺ പ്ലാനിങ്ങിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നതെന്നും ഓരോ വീടുകൾക്കും ഓരോ വ്യത്യസ്തങ്ങളായ ഘടനകളാണെന്നും ഒറ്റമുറിയുള്ള വീടുകളും അതേപോലെ തന്നെ കോണിപ്പടികളുള്ള വീടുകളും 12 മുറികളോളം ഉണ്ടായിരുന്ന വീടുകളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെയോ വീടുകളിൽ മിക്കവാറും എല്ലാ വീടുകൾക്കും കിണറുകളും അല്ലെങ്കിൽ നടുമുറ്റവും എല്ലാം ഉള്ളതാണ്. എല്ലാ വീടുകൾക്കും സ്വന്തമായിട്ട് ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന അടുത്ത ഫീച്ചേഴ്സാണ് ഡ്രെയിനേജ് സിസ്റ്റം. അഴുക്കുചാലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ഹാരപ്പൻ നഗരങ്ങൾ ഒന്നാന്തരം ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ നല്ല ശുചീകരണ സൗകര്യങ്ങളോട് കൂടിയാണ് അവ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മുഴുവൻ പട്ടണത്തിനും പൊതുവായ ഒരു അഴുക്കുചാൽ പദ്ധതി ഉണ്ടായിരുന്നു. വീടുകളിലെ അഴുക്കുചാൽ തെരുവിലെ ചാലുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടികയോ കല്ലിൻ്റെ സ്ലാബോ ഉപയോഗിച്ചാണ് ഇവയെല്ലാം മൂടിയിരുന്നത്. ആരോഗ്യത്തിനും ശുചിത്വത്തിനും ഹാരപ്പൻ ജനത കൽപ്പിച്ച പ്രാധാന്യം ഈ ഒരു ശുചീകരണ സംവിധാനങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മികച്ച നഗരഭരണവും എഞ്ചിനീയറിംഗ് വൈവിധ്യവും ഉള്ളവരായിരുന്നു ഹാരപ്പൻ ജനത എന്നും നമുക്ക് അവരുടെ വീടുകളും അവരുടെ ഡ്രൈനേജ് സിസ്റ്റത്തെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും. പിന്നീട് അവരുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന വലിയ കുളിപ്പുരയെ കുറിച്ചിട്ടാണ്. മോഹൻജദാരോയിലാണ് ഇത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കുളത്തിൻ്റെ അടിത്തട്ട് കന്മദം എന്ന ധാതു ഉപയോഗിച്ച് വെള്ളം ചോരാത്തതാക്കിയിട്ടുണ്ട്. അഴുക്കുവെള്ളം ചോർത്തി കളയാനുള്ള സംവിധാനവും ഇതിൽ ചെയ്തിട്ടുണ്ട്. കുളത്തിന് ചുറ്റും അനേകം മുറികളുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ മാറാനായിരിക്കണം ഇത് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അനുഷ്ഠാനപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും സ്നാനത്തിനുള്ളതായിരിക്കണം ഈ കുളം എന്നാണ് അനുമാനം. ഇനി നമ്മൾ നോക്കുന്നത് അടുത്തത് ഹാരപ്പൻ കാലഘട്ടത്തിലെ കലകളും കൈവേലകളും എപ്രകാരമായിരുന്നു എന്നാണ്. കാരണം അവരുടെ എന്തൊക്കെ രീതിയിലുള്ള സാധനങ്ങൾ, അതായത് ക്രാഫ്റ്റ് വർക്കുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ആണ് അവർ ആ ഒരു ടൈമിൽ അവർ ചെയ്തിരുന്നത്. ശില്പകലയും അല്ലെങ്കിൽ കൊത്തുപണിയും ആഭരണ നിർമ്മാണങ്ങളും മൺപാത്ര നിർമ്മാണങ്ങളും എല്ലാം ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം എന്തൊക്കെയാണ് അവർ ആ ഒരു ടൈമിൽ ചെയ്തിരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ രീതിയിലാണ് അവർ ചെയ്തിരുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, എന്നാൽ ഞാൻ അതെടുത്തത് പറയാം. ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകളും കളിമൺ രൂപങ്ങളും മൺപാത്രങ്ങളും ആഭരണങ്ങളും തുടങ്ങിയവയെല്ലാം അവരുടെ കരവിരുതിൻ്റെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന മൺപാത്രങ്ങൾ എങ്ങനെയാണെന്ന്. മൺപാത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ച ചൂളകളുടെ അവശിഷ്ടങ്ങൾ ധാരാളമായി നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മൺപാത്രങ്ങൾ പൊതുവെ ചെറുതും ചിത്രപ്പണികൾ ഉള്ളതുമായിരുന്നു. മൺപാത്രങ്ങളിൽ സസ്യങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യരൂപങ്ങൾ എന്നിവയാണ് അവർ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കണ്ടുകിട്ടിയ ചില പാത്രങ്ങൾ ഒഴിച്ചാൽ ഹാരപ്പൻ മൺപാത്രങ്ങൾ പൊതുവെ ഒരുപോലെയുള്ളവയാണ്. കറുപ്പ്, ചുവപ്പ് നിറങ്ങളിലായിരുന്നു
വെച്ചിട്ടായിരുന്നു ഇവയെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ വളരെയധികം നല്ല സംഭാവനകളാണ് അവർ കളിമൺ രൂപങ്ങൾ അല്ലെങ്കിൽ മൺപാത്ര നിർമ്മാണത്തിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കരവിരുതെല്ലാം നമുക്ക് അതിൽ തന്നെ ക്ലിയർ ആയിട്ട് കാണാനുണ്ടായിരുന്നു. ഇനി ശില്പകലയെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ കൊത്തുപണിയെക്കുറിച്ചും പറയുകയാണെങ്കിൽ വെങ്കലം, കളിമണ്ണ്, കല്ല് എന്നിവ കൊണ്ടാണ് അവർ പ്രതിമകളെല്ലാം നിർമ്മിച്ചിരുന്നത്. മോഹൻജദാരോവിൽ നിന്ന് കണ്ടെത്തിയ വെങ്കലത്തിൽ നിർമ്മിച്ച നർത്തകിയുടെ രൂപമാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കലാശില്പം എന്ന് പറയുന്നത്. എന്താണ്? മോഹൻജദാരോവിൽ നിന്നും കണ്ടെത്തിയ വെങ്കലത്തിൽ നിർമ്മിച്ച നർത്തകിയുടെ രൂപം. നർത്തകിയുടെ രൂപത്തിന് പുറമെ നമുക്ക് മോഹൻജദാരോയിൽ നിന്നും മറ്റൊരു പ്രതിമ കൂടി കിട്ടിയിട്ടുണ്ട്. അത് ഒരു യോഗിയുടേതായിരുന്നു. ഈ പ്രതിമയ്ക്ക് മീശയില്ലെങ്കിലും താടിയുണ്ട്. ധ്യാനത്തിലിരിക്കുന്ന മട്ടിൽ കണ്ണുകൾ പകുതി അടച്ചിരിക്കുന്ന ഒരു പുരോഹിതനാണോ എന്ന് തന്നെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു യോഗിയുടെ പ്രതിമയാണ് നമുക്ക് മോഹൻജദാരോയിൽ നിന്ന് രണ്ടാമത് കിട്ടിയത്. ഹാരപ്പയിൽ നിന്നും വെങ്കലത്തിൽ നിർമ്മിച്ച 2 കാളവണ്ടികൾ കണ്ടെത്തിയിട്ടുണ്ട്. ധാരാളം കളിമൺ രൂപങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതിൽ പക്ഷിമൃഗാദികളുടെയും സ്ത്രീ പുരുഷ രൂപങ്ങളും ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തത് ആഭരണ നിർമ്മാണത്തെക്കുറിച്ചാണ്. അതുകൂടി പറഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞ ഒരു എന്തൊക്കെയാണ് അവരുടെ ക്രാഫ്റ്റ് വർക്കുകളിൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹാരപ്പക്കാർ ചെമ്പ്, വെങ്കലം, സ്വർണം എന്നിവ ഉപയോഗിച്ചായിരുന്നു ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നത്. അവർക്ക് അന്നേരം ആ കാലത്ത് തന്നെ ചെമ്പും വെങ്കലവും സ്വർണവും എല്ലാം ഉപയോഗിച്ചിട്ടാണ് അവർ ആഭരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ലോഥാലിൽ നിന്ന് മുത്ത് നിർമ്മാണ കേന്ദ്രത്തിൻ്റെ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ലോധാൻ എവിടെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള വളകൾ നിർമ്മിച്ചിരിക്കുന്നത് കളിമണ്ണ്, വെങ്കലം, ആമത്തോട് എന്നിവ ഉപയോഗിച്ചിട്ടാണ്. വൈഡൂര്യം, മാണിക്യം, സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് അവർ ധാരാളം ആഭരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഹാരപ്പയിൽ വിവിധ തരം തൊഴിലുകൾ നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ് ഈ വിവിധ തരം കരകൗശല വസ്തുക്കളും. അപ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? മൺപാത്ര നിർമ്മാണങ്ങളും അതേപോലെ തന്നെ കരകൗശല വസ്തുക്കളും കൊത്തുപണികളും ആഭരണ നിർമ്മാണത്തെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അവിടുത്തെ വ്യാപാര ബന്ധത്തെക്കുറിച്ചിട്ടും നോക്കാം. എന്തൊക്കെയാണ് വ്യാപാര ബന്ധങ്ങൾ, എങ്ങനെയായിരുന്നു നോക്കാം.